നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൂലിപ്പണി രാജൻ കൂലിപ്പണി, വാർപ്പ്, തേപ്പ്, ചോർച്ചയടക്കൽ, വിള്ളൽ മൂടൽ, കൂലിപ്പണി രാജൻ സമീപിക്കുക. മന്ത്രി രാജനെതിരെ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ട്രോളോട് ട്രോളാണ്. വയനാട് ടൗൺഷിപ്പിലെ ഒരു വീടിന്റെ ചോർച്ച ചുരണ്ടാൻ പോയ മന്ത്രി രാജൻ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടിയത്. ചുരണ്ടി വിള്ളലടയ്ക്കാമെന്ന് മന്ത്രിയെ ഊരാളുങ്കൽ പറഞ്ഞു പറ്റിച്ചതാ. അല്ലെങ്കിൽ തന്നെ ഉരച്ചു നോക്കാൻ ഇതെന്തോന്ന് സ്വർണമോ? സൈബർ ഇടത്തിൽ കത്തുന്ന പ്രതിഷേധവും പൊട്ടിത്തെറികളും പരിഹാസവും. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ CPIയുടെ ഒരു മികച്ച മന്ത്രിയായിരുന്നു കെ രാജൻ. ആ മനുഷ്യനെയും കൊണ്ട് ഇമ്മാതിരി നാടകം കളിപ്പിക്കണമെങ്കിൽ പിണറായിയുടെ കാഞ്ഞ ബുദ്ധി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വയനാട് ദുരന്ത ബാധിതരിൽ ചിലരെ നേരിട്ട് കണ്ട് കൈ പിടിച്ച് ഒപ്പമുണ്ടെന്ന് തള്ളിമറിച്ച പിണറായി ഇപ്പോൾ എവിടെയാണ്? വിള്ളലുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ വരെ നേരിട്ട് പോകുന്നില്ല? ദുരന്ത ബാധിതരുടെ ആശങ്ക പരിഹരിക്കുന്നില്ല. ദുരന്തബാധിതർക്ക് തട്ടിക്കൂട്ട് കെട്ടിടം വെച്ചുകൊടുത്ത് വഞ്ചിച്ചു എന്ന ആരോപണം ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് മറുപടി കൊടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളെ കാണുകയും വിരട്ടാനുമൊക്കെ വരുന്ന പിണറായി ഇപ്പോൾ എന്തുകൊണ്ട് വരുന്നില്ല? മന്ത്രി രാജനെ മാത്രമായി എന്തിനു വിവാദങ്ങളിലേക്ക് തള്ളിയിടണം? മന്ത്രി രാജൻ ചെരപ്പ് മതിയാക്കെന്ന് പരിഹസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു. പതിവ് പോലെ CPMനെ എയറിൽ നിർത്തിയാണ് രാഹുലിന്റെ വിമർശനം. മേൽക്കൂര ചുരണ്ടുന്ന മന്ത്രി രാജന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു വരി കുറിപ്പും. തള്ളലും വിള്ളലും കൊള്ളയും ഊരാളുങ്കലിനെ കൊണ്ട് ഊറ്റിയതിന്റെ കണക്ക് പറയിക്കും ശവന്തീനികളെ എന്നാണ് രാഹുൽ കുറിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഇട്ടതും അത് കത്തിക്കയറി. ഈ പോസ്റ്റിന് താഴെ കമ്മിക്കൂട്ടവും രാഹുൽ ആർമി UDF ടീമും യുദ്ധം. രാഹുൽ മാങ്കൂട്ടത്തിൽ CPMന് ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്ത് നിന്ന് പിണറായി കൂട്ടരെ വിറപ്പിക്കുന്ന അത്ര വലിയ നീക്കമൊന്നും നടന്നില്ല. എന്നാൽ അതിനും ചേർത്ത് കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സർക്കാർ ഉയർത്തിയ ഓരോ വാദത്തിന്റെയും മുനയൊടിച്ച് കളത്തിൽ വന്നു. CPMനെ വെള്ളം കുടിപ്പിച്ചു. നിരന്തരം സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പങ്കുവച്ചു. പിണറായിക്ക് നേരെ വീണ്ടും എടോ വിജയ എന്ന് വിളി ഉയർന്നു. ഒടുക്കം മന്ത്രി രാജന്റെ വീട് ഉരച്ചു നോക്കലും ട്രോളാക്കി വിട്ടു. രാഹുലിനെ പേടിച്ച് വിജയൻ ഓടിയെന്ന് മാങ്കൂട്ടം ആർമി തന്നെ വെടിപൊട്ടിക്കുന്നു. രാഹുൽ പങ്കുവച്ച പോസ്റ്റിന് താഴത്തെ രാഹുൽ ടീം പിണറായി ടീം യുദ്ധം കൂടി ഒന്ന് പരിശോധിക്കണം. പരസ്പരം കടിച്ചു കീറുകയാണ്. നീ മുക്കിയ കണക്കും നീ കലക്കിയ ഗർഭവും നിനക്ക് തന്നെ ഓർമ്മയുണ്ടോ ചെറ്റ രാഹുലെ എന്നാണ് CPM വെട്ടുകിളിക്കൂട്ടത്തിന്റെ ചോദ്യം. നീ മരുന്ന് കൊടുത്ത് കൊന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഇനി പുറത്തു വരാത്ത നിന്റെ പോക്സോ ഉൾപ്പെടെ നിന്റെയും നിന്റെ ഹെഡ് മാസ്റ്ററിനെയും കൊണ്ട് കണക്ക് പറയിക്കും റെഡിയായിട്ടിരുന്നോളൂ. ദുരിതബാധിതരുടെ കണ്ണീര് വിറ്റ് കാശാക്കിയവരുടെ തൊലിക്കട്ടി അപാരം. പണം പിരിച്ച് പുട്ടടിച്ച യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകം ജനങ്ങൾ തിരിച്ചറിയും. ദുരിതബാധിതരെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിച്ച റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജനെ അപമാനിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. ഇതിനെതിരെ ദുരിതബാധിതർ തന്നെ രംഗത്ത് വരണം. രാഷ്ട്രീയ നാടകവുമായി വരുന്നവരോട് ചോദിക്കണം, ഞങ്ങളുടെ പേരിൽ പിരിച്ച പണം എവിടെയെന്ന്. വയനാട് ദുരന്തത്തിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് അത് ആവിയാക്കിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാടകമാണിത്. പിരിച്ചെടുത്ത പണം എവിടെയെന്ന് ചോദിക്കുന്ന ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദുരിതബാധിതൻ എന്ന പേരിൽ ഒരാളെയും കൂട്ടിവന്ന് മാധ്യമങ്ങളെ വിഡ്ഢികളാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ദുരിതബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചും അവർക്ക് കിടപ്പാടം ഒരുക്കിയും രാപകൽ പ്രവർത്തിച്ച മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അവിശുദ്ധമായ ഗൂഢാലോചനയാണ് ഇവർ മെനയുന്നത്. നീ അല്ലേടാ വ്യാജ അവിടെ പെൻസിലിന് വരച്ച് വ്യാജ വാർത്ത പരത്തിവിട്ടത്? നീയും സ്മൃതി പരുത്തിക്കാടും തമ്മിലുള്ള ഇടപാട് ഡീലിന്റെ ഭാഗമല്ലേ? ഇങ്ങനെ പോകുകയാണ് CPM കൂട്ടരുടെ പുലഭ്യം പറച്ചിലുകൾ. ഇത്രയും ഗതികെട്ട മന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മുമ്പൊരുത്തൻ ഉപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ കിണറ്റിലിറങ്ങി. ഇപ്പോൾ ഒരാൾ വിള്ളലുണ്ടോ എന്ന് നോക്കാൻ മച്ചിൽ കയറി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഓട്ടയടക്കേണ്ട ഗതികേട് ഒരു മന്ത്രിക്ക് ഉണ്ടായിട്ടില്ല. ഊരാളുങ്കലിന്റെ വീട് നിർമ്മാണത്തിലുള്ള പോരായ്മകൾ മറച്ചുവെക്കാൻ തത്രപ്പാടുപെടുന്ന മന്ത്രി അവർകൾ ഇങ്ങനെയാണ് UDFകാർ തിരിച്ചടിക്കുന്നത്. പക്ഷേ ഇതിനിടയിലും രാഹുലിനോട് പറയാനുള്ളത്, നിങ്ങൾ വയനാട് വിഷയത്തിൽ സർക്കാരിനെതിരെ ചോദ്യം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടി ഓർക്കുക. എവിടെ വയനാടിന് വേണ്ടി പിരിച്ച പണം? ഇതുവരെ നിങ്ങളുടെ പാർട്ടിക്ക് കൃത്യമായ ഒരു കണക്ക് പോലും പൊതുമധ്യത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ പിഴവ് ചൂണ്ടിക്കാണിക്കുന്ന അതേ ആർജവം നിങ്ങൾക്ക് നേരെയുള്ള വിവാദങ്ങളിൽ മറുപടി കൊടുക്കാനും കാണിക്കണം. ഇനി ഇത് പറയുമ്പോൾ നീ ആരാടി രാഹുലിനെ ചോദ്യം ചെയ്യാൻ എന്നും ചോദിച്ച് രാഹുലിന്റെ വെട്ടുകിളി കൂട്ടവും വരണ്ട.
ഏത് കൂട്ടം വന്നാലും ഒരു ഭയവുമില്ല. നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇടതായാലും വലതായാലും BJP ആയാലും നിങ്ങളുടെയൊക്കെ ഉഡായിപ്പുകൾ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ജനക്ഷേമമല്ല ചിലരുടെയൊക്കെ മാനദണ്ഡം, മുക്കലും നക്കലും ഒക്കെ തന്നെയാണ്. അത് കേരളം കണ്ട് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം മന്ത്രി രാജൻ ആ വീട്ടിൽ പോയി ആ ചുമര് ഇങ്ങനെ ഉരച്ചു നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോകുന്നു. പിന്നാലെ ആ വീട് കിട്ടിയ നൗഫൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ചിലത് വെട്ടിത്തുറന്ന് പറഞ്ഞതോടെയാണ് വിവാദം കത്തിക്കയറിയത്. നൗഫൽ പറഞ്ഞത് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. മാധ്യമങ്ങൾ നൗഫലിനോട് ചോദിക്കുന്നു, റവന്യൂ മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. നൗഫൽ എന്താ ഇത് കണ്ടപ്പോൾ തോന്നിയത്? അപ്പോൾ അയാൾ മറുപടി പറയുന്നത്, എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയ പോലത്തെ പണിയാണ് മൂപ്പര് ചെയ്തത്. അല്ല, സത്യം പറയുകയാണ്. കാരണം ഈ മാർക്ക് ചെയ്തിടത്ത് കറക്റ്റ് ലീക്കുള്ള ഭാഗത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഊരാളുങ്കൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്നിട്ട് മാർക്ക് ചെയ്തതാണ്. ഞാനൊന്നും അല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് മന്ത്രി വന്നിട്ട് ഈ മാർക്ക് മാത്രം മായ്ക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, മന്ത്രി എന്താണ് പറഞ്ഞത്? മന്ത്രി എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാനൊരു ഗുണഭോക്താവാണ്. എന്നോടൊരു വാക്ക് മന്ത്രിക്ക് ചോദിക്കാം. അത് എൻ്റെ അവകാശമല്ലേ? ഉടമ എന്ന നിലയ്ക്ക് എനിക്ക് ഒരു അവകാശമുണ്ടല്ലോ. മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുന്നു, ശരിയാണ്, പിന്നെ വിള്ളൽ കാണിച്ചു തരുമോ എന്ന് എന്നോട് ചോദിച്ചത് മാധ്യമ പ്രവർത്തകരാണ്. ഞാൻ മേലെ പോയിട്ട് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർക്കാണ് അത് കാണിച്ചു തന്നത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതല്ലേ? മേലെ വിള്ളൽ ഉള്ളതും താഴെ ലീക്കുള്ളതും ഒക്കെ. മന്ത്രി വന്നിട്ട് ആ മാർക്ക് മായ്ക്കാൻ ഞങ്ങൾ എന്താ ചെയ്തത്? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുന്നു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിനു ശേഷം ഭീഷണികൾ നേരിടുന്നുണ്ടോ? അപ്പോൾ നൗഫൽ പറയുന്നുണ്ട്, പല ഭാഗത്തു നിന്നും എനിക്ക് ഭീഷണിയുണ്ട്. അതിനി ഒരു 2-3 ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ കാര്യകാരണ സഹിതം പറഞ്ഞു തരാം. അത്രയധികം ഭീഷണികൾ എനിക്ക് വരുന്നുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതെന്ന്. അപ്പോൾ നൗഫൽ പറയുന്നത്, അത് ഞാൻ പറയാം, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്നുണ്ട്. കാരണം എനിക്ക് മാനസികമായിട്ട് അത്രയും വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, എൻ്റെ കുടുംബത്തിൽ 16 പേർ മരിച്ചതാണ്. എനിക്കൊരു വീട് കെട്ടിയിട്ട് സ്വന്തമായിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല, അതും പോയി. അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് ഞാനുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വീടിൻ്റെ വിള്ളലും ഇതുകൂടി കണ്ടപ്പോൾ മനസ്സിന് ആകെ ഒരു വിഷമമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, മന്ത്രി വന്നതിൽ സംതൃപ്തി ഉണ്ടോ എന്ന്. നൗഫൽ അതിന് പറയുന്നത്, എനിക്ക് സംതൃപ്തിയില്ല. മന്ത്രി എന്നോടൊന്നും ചോദിച്ചില്ല. മന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മന്ത്രിയോട് ചോദിക്കാമായിരുന്നു ഇത് വിള്ളലല്ലേ എന്ന്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇത് വിള്ളലാണെന്ന്. മന്ത്രി വിള്ളലല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് എല്ലാം അറിയുന്നതല്ലേ. അപ്പോൾ വീണ്ടും മാധ്യമങ്ങൾ, നൗഫലിന് പൈസ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല എന്ന് നൗഫൽ ഇതിന് മറുപടി പറഞ്ഞു. അത് അക്കൗണ്ടിൽ നോക്കി പരിശോധിച്ചുകൊള്ളൂ. എനിക്ക് ആകെ ഒരു അക്കൗണ്ടേ ഉള്ളൂ. ആ അക്കൗണ്ട് നോക്കി നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന് നൗഫൽ പറയുന്നുണ്ട്. നൗഫലിന്റെ ഈ പ്രതികരണത്തിന് CPMന്റെ സൈബർ കൂട്ടം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നിങ്ങൾ എത്രയും വേഗത്തിൽ വിള്ളൽ കണ്ട വീട് സർക്കാരിന് തിരികെ കൊടുത്ത് കോൺഗ്രസ് നിർമ്മിക്കുന്ന ഒരു വീട്ടിലേക്ക് മാറുക. അവർ നിർമ്മിക്കുന്ന വീടിന് നല്ല സുരക്ഷിതമായ ഒരു സ്ഥലമായിരിക്കും. അതുകൊണ്ട് താങ്കൾക്ക് ഏറ്റവും നന്നാകുക കോൺഗ്രസിന്റെ വീടാണ് എന്ന്. ഇതായിരുന്നു ആ ഒരു മറുപടി. അതല്ലല്ലോ ഇതിന് കൊടുക്കേണ്ടത്. സർക്കാരിന്റെ കാശും കൊണ്ടൊന്നുമല്ല, ജനങ്ങളുടെ കാശും കൊണ്ടാണല്ലോ ആ വീട് പണിയുന്നത് കമ്മികളെ. അപ്പോൾ പിന്നെ നിങ്ങൾ ആ വീട് സർക്കാരിന് തിരികെ കൊടുത്തിട്ട് കോൺഗ്രസിന്റെ വീട്ടിൽ പോയി താമസിക്കൂ എന്നൊക്കെ പറയുന്നതിനോട് അത്തരം രാഷ്ട്രീയ വെല്ലുവിളികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. കാരണം നമ്മളൊരു ദുരന്ത മുഖത്ത് നിന്നാണ് ആ മനുഷ്യരെ രക്ഷിച്ച് തിരികെ ഒരു സ്വാഭാവിക ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. ഇതുപോലെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ CPM കുറച്ചുകൂടി ഈ CPMന്റെ വെട്ടുകിളിക്കൂട്ടം ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ കെട്ടിട നിർമ്മാണം നടത്തുന്ന ഒരു കൂട്ടം വിദഗ്ധർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം ഈ ഘട്ടത്തിൽ. മന്ത്രി രാജനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളോട് നൗഫൽ നടത്തിയ പ്രതികരണം കണ്ടു. നൗഫൽ അതിൽ പറഞ്ഞ 2 കാര്യവും സത്യമാണ്. ഒന്ന്, മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ മാർക്കിങ്ങുകൾ വരച്ചത് നൗഫലല്ല. അത് വരച്ചത് ഊരാളുങ്കലിന്റെ എഞ്ചിനീയർമാർ തന്നെയാണ്. അത് പോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമാണ്. സാധാരണ വീട് പണിയുമ്പോൾ ആരും പോണ്ടിംഗ് ടെസ്റ്റ് ഒന്നും ചെയ്യില്ല. ഊരാളുങ്കലിന് കിളി പോയത് കൊണ്ടാകും അവർ ചെയ്യുന്നുണ്ട്. ടെറസിന്റെ വെനറ്റെല്ലാം അടച്ചുവെച്ച ശേഷം 24 മണിക്കൂർ അവിടെ വെള്ളം കെട്ടി നിർത്തി സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇത്.
ഊരാളുങ്കൽ ഇത് 2 വട്ടം ചെയ്യുന്നുണ്ട്. ബോണ്ടിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈർപ്പം കണ്ടെത്തുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്തു വയ്ക്കും. ഈ ടെസ്റ്റിന്റെ റിസൾട്ട് അനുസരിച്ചാണ് അവർ ഡാം പ്രൂഫ് പോലുള്ള തുടർ പണികൾ ചെയ്യുക. ഇങ്ങനെ മാർക്കർ പേന വെച്ച് വരച്ചിട്ടത് ചാനലുകാർ എടുത്ത് സംപ്രേഷണം ചെയ്തപ്പോൾ അത് തിരുത്താൻ നൗഫൽ തയ്യാറായോ? അതുകൊണ്ടാണ് മന്ത്രിക്ക് നൗഫലിന്റെ വീട്ടിൽ വന്ന് ചാനലുകാർ കാണിക്കുന്നത് പേന കൊണ്ടുള്ള വരയാണ് എന്ന് തെളിയിക്കേണ്ടി വന്നത്. 2, നൗഫൽ മന്ത്രി രാജനെ കുറിച്ച് പറഞ്ഞത് മിനിസ്റ്ററിന്റെ കിളി പോയി എന്നാണ്. അതും സത്യമാണ്. ദുരന്ത നിവാരണം മാനദണ്ഡപ്രകാരം 5-10 ലക്ഷം വെച്ച് ദുരന്ത ബാധിതർക്ക് നഷ്ടപരിഹാരം നൽകി അടുത്ത പണി നോക്കേണ്ട കാര്യമേ ഉള്ളൂ മന്ത്രി രാജന്. ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനു പകരം നഷ്ടപ്പെട്ട ഗ്രാമത്തിന്റെ സ്ഥാനത്ത് ആധുനിക സൗകര്യങ്ങളുള്ള ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോയി എന്നത് രാജനും പിണറായി വിജയനും ഒക്കെ കിളി പോയത് കൊണ്ട് തന്നെയാണ് ചെയ്തത്. ശരിക്കും വട്ടായിരുന്നു അവർക്കെന്ന് നൗഫലിന്റെ പ്രതികരണം കണ്ടപ്പോൾ ബോധ്യമായി. 3, മന്ത്രിയെ നൗഫൽ അധിക്ഷേപിക്കുമ്പോൾ ചുറ്റും നിന്ന് പൊട്ടിച്ചിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് ബഹുമാനം തോന്നുന്നു. അവരാണ് ശരി. അവർ പണം പിരിച്ച് പുട്ടടിച്ചതേ ഉള്ളൂ. ആർക്കും വീടുണ്ടാക്കി കൊടുത്തില്ല. അതുകൊണ്ട് ആർക്കും പരാതിയുമില്ല. ദുരന്തബാധിതർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയവൻ കിളി പോയവനാകുമ്പോൾ ദുരന്തം വിറ്റ് പണം ഉണ്ടാക്കിയ കോൺഗ്രസ് നേതാക്കളാണ് ശരി എന്ന് തെളിയിക്കുകയാണ് നൗഫൽ. ഇതായിരുന്നു നൗഫലിനെ വിമർശിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങളും. അല്ലാതെ വിള്ളലല്ല എന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഒരു കൂട്ടർ. എന്നാൽ ഈ വാദത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് മറ്റു ചില വാദങ്ങൾ വരുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ സീലിംഗിൽ ഈർപ്പം വന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തെ മുകളിൽ കിടന്ന വെള്ളത്തിൽ നിന്നും വന്നതാണ്. ഈ 178 വീടുകൾ പണി പൂർത്തിയാക്കി ഉടമസ്ഥർക്ക് താക്കോൽ കൈമാറിയതാണ്. എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും പണി പൂർത്തിയായി എന്ന് സാരമല്ലേ? അതിനുശേഷമാണോ പ്രഷർ ഗ്രൗട്ടിംഗ്, പോണ്ടിംഗ്, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഒക്കെ പരിശോധിക്കുന്നത്? ഇനി എത്ര വീടുകൾ ഇതൊക്കെ പരിശോധിക്കാൻ ബാക്കിയുണ്ട്? ഇതെല്ലാം പൂർത്തീകരിച്ച് ഒരു വീടിന്റെ താക്കോൽ ഉടമസ്ഥന് കൊടുക്കാവൂ എന്നല്ലേ? സർക്കാർ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ അനാവശ്യ തിടുക്കം കാണിച്ചു. അതാണ് ഈ പിഴവുകൾക്ക് കാരണം. പിന്നെ 178 വീടുകൾ ഒന്നിച്ച് പണി ആരംഭിച്ചത് തന്നെ തെറ്റായ നടപടിയാണ്. എത്ര വലിയ കമ്പനിയായാലും 178 വീടുകൾ ഒരേ സമയം ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല. ചുരുങ്ങിയത് 3 വർഷം എടുക്കും. സാമാന്യ ബുദ്ധി ഉള്ളവർക്ക് ഇത് മനസ്സിലാകും. അപ്പോൾ മെയിൻ കമ്പനി എന്ത് ചെയ്യും? 10 വീടുകൾ വെച്ച് പല കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് കൊടുക്കും. മെയിൻ ഉത്തരവാദിത്വം ULCCSന്. എന്ത് സംഭവിക്കും ഈ ഒരു സമയം? പണിത വീടുകൾക്കൊന്നും ഉദ്ദേശിച്ച ഗുണമേന്മ കിട്ടണമെന്നില്ല. ഇത് ഇനി വരും കാലങ്ങളിൽ നേരിട്ട് കാണാൻ സാധിക്കും. ഒരു പ്രോജക്റ്റ് ഒരു കമ്പനിയെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് അതിനുള്ള യഥാർത്ഥ സമയപരിധി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ പിഴവുകൾ സംഭവിക്കുമെന്നാണ് പലരും ഇപ്പോൾ മറുപടി കൊടുക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് ജനങ്ങൾ സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നത് തിടുക്കം കാണിച്ചു എന്നുള്ളതാണ്. സാവധാനത്തിൽ ആ വീടുകളുടെ പണി നടപ്പാക്കി അവർക്ക് കൈമാറിയാൽ മതിയായിരുന്നു. എന്നാൽ പാതി വഴിയിൽ വെച്ച്, അതായത് അവർക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ വീട് കൊടുത്തിട്ട് സർക്കാർ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് നടത്തി എന്നുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ വിള്ളലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവാദങ്ങളും പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെ സർക്കാരിനൊരു ഉത്തരവാദിത്വമുണ്ട്, മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എത്രയും പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി ഈ വിഷയത്തിൽ ഒരു വിശദീകരണം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി തടി തപ്പുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, അതായത് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പിണറായിയെ എവിടെയും കാണാനില്ല. മറ്റേത് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണാനില്ല. എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ഇതിനൊക്കെ ഒരു മറുപടി കൊടുക്കുക. ഊരാളുങ്കൽ എന്തിനാണ് തപ്പിയും തടഞ്ഞും ഓരോന്നൊക്കെ പറയാൻ നിൽക്കുന്നത്? കൃത്യം മറുപടി കൊടുക്കണം. ഇത് മാത്രമല്ല, ഈ പറയുന്ന വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടണം. 1 രൂപ അതിൽ നിന്ന് എന്തിനെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. എന്തായാലും മുഖ്യമന്ത്രി മറുപടി പറയുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.